ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലാഷ് വ്ളോഗ്സ്. ഞാൻ ബാംഗ്ലൂർ എത്തിയെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ ആനമുറിയിൽ ഞാൻ ഇന്നലെ കുറച്ച് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഒട്ടും കംഫർട്ടബിളും അല്ലായിരുന്നു. പില്ലോ ഒരുമാതിരി പാറയായിരുന്നു. എൻ്റെ കഴുത്തൊക്കെ നല്ല രീതിയിൽ രാത്രി കോച്ചി പിടിച്ച് നല്ല വേദനയായിരുന്നു ഗൈസ്. അപ്പം ഇന്ന് ഞാനിങ്ങനെ ഇവിടെ നിന്ന് മാറാമെന്നുള്ള പ്ലാനിലാണ്. 2 ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ഈ ഏരിയ അങ്ങോട്ട് വൈബാവുന്നില്ല ഗൈസ്, ഒട്ടും പറ്റുന്നില്ല. എന്തോ ഒരു ശോകമൂക സെറ്റപ്പ്, പിന്നെ റോഡ് മൊത്തം പണിയും. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സോളോ ട്രിപ്പ് ആസ് എൻ ഇൻട്രോവേർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അല്ല ഇത്. മറ്റേതാകുമ്പോൾ എനിക്ക് സിറ്റിയിലും എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറെ കഫേ എങ്കിലും ഉണ്ട്, അവിടെയൊക്കെ പോയി ഇരിക്കുകയെങ്കിലും ചെയ്യാം. ഇവിടെ എനിക്ക് ഒരു പിടിയില്ല. ഇവിടെ മൊത്തം കുറച്ച് എന്താ പറയുക, ഭയങ്കര ഉള്ളില്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റിസർച്ച് അധികം നടത്താത്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ രാവിലെ രാഹുലിനെ വിളിച്ചായിരുന്നു, നമ്മളെ രാഹുൽ സ്നൈപ്പർ. ബാംഗ്ലൂരാണ് അവൻ. അപ്പോൾ അവൻ ഭയങ്കര ബിസിയാണ്, മീറ്റിങ്ങും പരിപാടി. അവൻ പറഞ്ഞ് ഇന്നലെ അവൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മറ്റേ താജിൽ കേക്ക് മിക്സിങ്ങും സംഭവങ്ങളും ഭയങ്കര വൻ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അന്ന് സമയം ഞാൻ സർപ്രൈസ്ഡ് ആയി ഗൈസ്. ആ ഒരു ഇവന്റ് മിസ്സായി. ഇന്ന് രാവിലെ ഷാസിന്റെ പറഞ്ഞപ്പം അവനും പതുക്കെ എനിക്കൊരു സർപ്രൈസ് തന്നു. ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ അവൻ എനിക്ക് വേറൊരു മുറി ബുക്ക് ചെയ്ത് തന്നു കേസ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഓടിക്കോളാൻ പറഞ്ഞു അങ്ങോട്ട്. ഇന്ന് ഷാസ് ബുക്ക് ചെയ്ത മുറിയും നാളെ മുതൽ ഞാൻ 12th വരെ ഇവിടെ ബാംഗ്ലൂരുണ്ട്. അപ്പം ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് ഇന്ദിരാനഗറിലാണ്, ഹോസ്റ്റലർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഹോസ്റ്റൽ പോലത്തെ സെറ്റപ്പാണ്. എനിക്ക് ഈ ഷെയറിംഗ് പരിപാടി നടക്കൂല കേസ്. ഇൻട്രോവേർട്ടിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എനിക്ക് സിംഗിൾ മുറിയേ നടക്കത്തുള്ളൂ. ഞാൻ ഈ ഹോസ്റ്റല് ഇഷ്ടം പോലെ ഉണ്ട്, 8 ബെഡ് 6 ബെഡ്, ആൾക്കാരെ കാട്ടി ചില്ല് ചെയ്തൊക്കെ ഇരിക്കാം. പക്ഷേ എൻ്റെ ഒരു സ്വഭാവത്തിന് എനിക്ക് സിംഗിൾ മുറിയാണ് ഇഷ്ടം ഗൈസ്. ഞാൻ അവിടെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നതാണ് എൻ്റെ പരിപാടി. തിങ് ഈസ് നാളെ മുതൽ അതായിരിക്കും, 12ാം തീയതി പോകുന്നവരാ. അപ്പം എന്തായാലും ഈ വ്ളോഗൊക്കെ ഞാൻ നാട്ടിലെത്തിയിട്ടേ ഞാൻ എഡിറ്റ് ചെയ്ത് എടുത്തുള്ളൂ ഗൈസ്. ബിക്കോസ് ഇവിടെ ഇൻ്റർനെറ്റും സീനാണ്, ഇരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസും പണിയാണ്. അങ്ങനൊരു എഡിറ്റിംഗ് മൈൻഡ്, ഇതിൻ്റെ ഇടയിൽ എഡിറ്റിംഗ് കൂടെ ചെയ്ത് വെറുതെ ടൈം കളയണം എന്തിനെന്നുള്ളൊരിതിൽ ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം യാസറിൻ്റെ 2 വ്ളോഗ് കൂടെ ഉണ്ട്. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ഇതൊക്കെ വരണതിന് മുമ്പ് അതങ്ങ് 2 പോസ്റ്റ് ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ വ്ളോഗ്സ് വരും. അത് ഞാൻ നോക്കി അത്യാവശ്യം കുറച്ച് റെസ്റ്റോറൻറ്റ്സും കഫേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഷാസ് നമുക്ക് ബുക്ക് ചെയ്ത മുറി. അത് എൻ്റെ ഒരു ഡ്രീം, അതായത് ഡ്രീം എന്ന് പറയാനല്ല, എനിക്കിവിടെ കുറേ നാളായിട്ട് ബാംഗ്ലൂർ, ബിക്കോസ് ഞാൻ അങ്ങനെ വന്നിട്ടില്ല. അപ്പം വരെയാണെങ്കിൽ ഞാൻ അവിടെ താമസിക്കുള്ളൂ എന്ന് എൻ്റെ പണ്ടൊക്കെ ഫുൾ വാശി പിടിക്കുമായിരുന്നു. ഇവരൊക്കെ വല്ല കല്യാണത്തിനൊക്കെ വരുമ്പോഴേ ഞാൻ വരുന്നില്ല, ഞാൻ മുങ്ങും, എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ റൂം എടുത്തില്ലെങ്കിൽ ഞാൻ വരില്ല എന്നുള്ള സെറ്റപ്പിലായിരുന്നു. അവസാനം എനിക്ക് ആ അവിടെ റൂം കെട്ടിയിരിക്കുകയാണ്. സോ ശോകമൂകമായ അന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ സിറ്റിയിലോട്ട് യാത്ര തുടരുകയാണ്. എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് ഇറങ്ങി കറങ്ങി നടക്കുകയെങ്കിലും ചെയ്യാം മറ്റേ സ്ട്രീറ്റ്സിൽ കൂടെ. ഇത് ഭയങ്കര ഒഴിഞ്ഞ ഒരു വൈബ് ആവശ്യമുള്ളവർക്ക് ദിസ് ഈസ് ബെസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വലിയ ഏരിയ ഒന്നും പിടിയില്ല. ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സീനില്ലായിരുന്നു. ലൈക്ക് സോളോ ആവില്ല, അതെനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് തുടക്കത്തിലായതുകൊണ്ടുള്ള ഒരു ചെറിയ വിമ്മിഷ്ടമുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങനത്തെ ഫുള്ള് തകർക്കുമെന്നൊക്കെയാണ്. പക്ഷേ സോറി, എനിക്കത് പറ്റുന്നില്ല എന്താണെന്നുള്ളത്. ഞാൻ എന്തായാലും നാളെ മുതൽ ഞാൻ ട്രൈ ചെയ്യാം. എന്തായാലും ഇന്ദിരാനഗറിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. സോ ഐ വിൽ എക്സ്പ്ലോർ ദ കഫേസ് ടു സ്റ്റാർട്ട് വിത്ത്. പിന്നെ ഈ സ്ഥലം എക്സ്പ്ലോറേഷൻ ഞാൻ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. സോ അതുവരെ എൻ്റെ കുറേ ഫുഡ് അടിയും ബാംഗ്ലൂരിലെ കുറച്ച് അത്യാവശ്യം വല്ല എന്തെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ ഞാൻ കാണിക്കാം ഗൈസ്. അത് വെച്ച് നിങ്ങൾ തൃപ്തിപ്പെടുക ഗൈസ്. ഇപ്രാവശ്യത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് ന്യൂ ഹോട്ടൽ. ഇതിപ്പോൾ ഒരുമാതിരി ഹോട്ടൽ ടൂർ പോലത്തെ സെറ്റപ്പായി മാറിയിരിക്കും. ഗൈസ്, നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഊബറിന് വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് നേരെ പുതിയ അടുത്ത ഹോട്ടലിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. സോ ലെറ്റ്സ് സീ. ഫുൾ ബാംഗ്ലൂർ ഗൈസ്. നോടെ ഗൈസ്, ഊബർ വന്നിട്ട് കാണാം. ബൈ ഗൈസ്. നമ്മൾ ഊബറിക്കതിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ഹോട്ടലിലോട്ട്. കുറച്ചധികം സമയമുണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് നോക്കട്ടെ. 1 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും അവിടെ എത്താൻ. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ബാംഗ്ലൂർ സിറ്റി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ഫീൽഡിൽ നിന്ന് സിറ്റി പാലസ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടാണ് പോകുന്നത്. आपका नाम क्या है? मेरा नाम सलीम है. സലീം. अच्छा ठीक है. അപ്പോൾ നമ്മൾ സലീം ഭായിയുടെ കൂടെ പോവുകയാണ്. मेरा एक यूट्यूब चैनल है, इसलिए मैं वीडियो निकाल रहा है. अच्छा. पूरा बैंगलोर. हाँ. कितना सब्सक्राइबर है सर? मेरा तो अभी 80,000 होने वाला है. बढ़िया. तब तो थोड़ा फूड, ये खाने का व्लॉग है ना. हाँ. खाने का व्लॉग दिखाता है और फोटोग्राफर हूँ मैं. अच्छा. तो थोड़ा ये फोटोग्राफी व्लॉग भी करता हूँ. तो बनाइए. वो सोच के आया हूँ मैं इधर. सामने बैठने से अच्छा से वीडियो होता है. आ जाएंगे. 1 मिनट सेट करो. हाँ.
അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ പോയിരിക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടെ വീഡിയോ ഒക്കെ സ്ഥലവും കാണിച്ചു തരാൻ പറ്റും. വെയിറ്റ്, നമ്മൾ പുള്ളി പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ കയറിയിരിക്കുകയാണ്. आपका फैमिली इधर है? जी मेरा फैमिली तो इधर है, हाँ, लेकिन अभी मैं इधर 10 साल से हूँ बेंगलोर में से actually। 10 साल से वो पूरा बैंगलोर बंदा बन गया आप। हाँ पूरा बेंगलोर का पूरा ये आता था, सभी पता हो गया। आप कन्नड़ा सीखा इधर? कन्नड़ा तमिल दोनों लैंग्वेज पता है। दोनों लैंग्वेज पता है? दोनों language वाह, पता है। तो बहुत अच्छा काम है। ये मेरा खुद का कैब है। पहले आया तो कैब नहीं था, पर आपने कंपनी में काम किया था एक्चुअली, अच्छा, और नॉर्मल एम्प्लॉय काम किया था। और आप खुद का कैब तो खरीदा 10 साल में इतना बड़ा हो गया। मतलब कैब में आया 6 साल हुआ है। इसका पहले 4 साल पहले क्या था ये कंपनी में, अच्छा, इंडस्ट्री में क्या था। पर बैंगलोर अच्छा है? सर बेंगलोर वेदर के लिए बढ़िया है, अच्छा, वेदर अच्छा वेदर है, के सही लिए है। बढ़िया है, लेकिन अभी ट्रैफिक के लिए थोड़ा गंजट हो रहा है, बात यही है। गर्मी नहीं है इधर? गर्मी नहीं है। हाँ अभी देखिए मैं 1 नंबर एसी में देके ऑन करके चला रहा हूँ गाड़ी। सही है। दूसरा दिल्ली मुंबई चेन्नई ये सब में 2-3 नहीं, नंबर हमारे जगह भी बहुत गर्मी है, केरला भी बहुत गर्मी है। हाँ। और बैंगलोर इसलिए बहुत लोग आते हैं, इधर का क्लाइमेट के लिए आता है। हाँ 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 यही बात है। पूरा कंफर्टेबल एसी जैसा क्ലൈമറ്റ് है ना पूरा विंटर में. हाँ നമ്മളിങ്ങനെ ചില്ലൊക്കെ ചെയ്ത് പോവുകയാണ്. ഇനിയിപ്പം പുതിയ മാറാൻ പോകുന്ന ഹോട്ടലിൽ എത്തിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. ഈ വിശക്കുന്നു, ഒന്നും കഴിച്ചില്ല. ബ്രഞ്ച് കഴിക്കാൻ ഒയാസിസ് എന്ന് പറഞ്ഞിട്ട് ബ്രൂവറി എന്തോ ഉണ്ടെന്ന് എന്നെ രാഹുൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ പോകാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് ഷാസ് ഇങ്ങനെ ഈ ഒരു റൂം ബുക്ക് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞത്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്നാൽ പിന്നെ ഈ റൂമിൽ പോകും. ഇത് എൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കണം എന്നുള്ളത്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. ബൈ. पूरा ट्रैफिक रहेगा इधर. हाँ ट्रैफिक बहुत है गैस, ഇഷ്ടംപോലെ ട്രാഫിക് ഉണ്ട്. നമ്മൾ ട്രാഫിക്കിൽ കൂടെ നീന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. तो आप शादी किया? हाँ मेरे साथ है. बैंगलोर से या आसाम से? नहीं हमारा गांव से किया. इधर से ही? आसाम से. वो लेके आया बैंगलोर? हाँ अभी लेके आया नहीं, लेके आना है इधर. अच्छा अभी 21 को जा रहा हूँ दिसंबर. उधर सॉरी नवंबर को 21 को जा रहा हूँ, ये महीना का. अच्छा. इधर ही लेके आ जाएंगे रिटर्न. बच्चे लोग कुछ है? नहीं अभी 6 मंथ हुआ है. हाँ. 7-6 मंथ. नया शादी किया. हाँ, अच्छा, हाँ. कंग्रेचुलेशंस. थैंक यू सो मच. अच्छा, बीवी आएगा अभी? हाँ अभी इधर ये लेके आ जाएगा. പുള്ളി ഇപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഭാര്യയെ കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് പുള്ളി. സ്വന്തം ക്യാബ്, അപ്നാ ഗാഡി, ഷാദി സബ് കുച്ച് സെറ്റ് ഹോ ഗയാ ഭായ്. അപ്പോൾ പുള്ളി നല്ല ഹാപ്പിയാണ് കേസ്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഹോട്ടലെത്തിയിട്ട് बहुत ज्यादा വരാം. happy हो. हाँ अदाना, दैट इज मेन थिंग नो. वो तो सबसे बड़ा काम है कि खुश होना चाहिए खुश होना बंदा, चाहिए. इतना ही वही है. दुनिया में सबसे बड़ा. वही है, मैं भी खुश हूँ. मैं अभी यूट्यूब कर रहा हूँ, बहुत खुश हूँ. पहले तो मैं फोटोग्राफर पूरा प्रोफेशनली कर रहा था, अभी यूट्यूब स्टार्ट किया मैं, इसमें बहुत खुश है. अच्छा ही किया, अच्छा ही. अभी खुद का बिजनेस है, कोई किसी का बिजनेस में नहीं, आगे सकता सही है. पूरा अपने आप जो भी कर रहा हूँ हम अपने आप कर सकते हैं वही कर पूरा. सकते मैं दुबई में था, मैं दुबई में बैंकर था, बैंक में जो जॉब करता हाँ, था. हाँ. उसके बाद में मेरा मन ये फोटोग्राफी करने के लिए हो गया, फोटोग्राफर बन गया. अभी यूट्यूबर बनने के लिए हो गया, वो यूट्यूबर बन गया. तो जो भी मन में आ रहा है पूरा वो कर रहा है, इतना ही है. फिर देखिए दूसरा का काम 1 करोड़ भी 1 महीना में कमाओगे तो इतना सुकून नहीं मिलेगा. हाँ. अगर खुद का बिजनेस 2 रुपया 1 दिन में कमाओगे सही उससे है, सुकून सही मिलेगा बहुत ज्यादा. ഓ സഹി നമ്മളായിട്ട് ഉണ്ടാകുന്നതിനൊരു വിലയുണ്ട് കേസ്. അതിപ്പം ഞാൻ കാണുന്നതാണ്. നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ ഓൺടർപ്രണേഴ്സും അതേപോലെ ഫ്രീലാൻസ് ആയിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുന്നവരായാലും അത് ഭയങ്കര ഒരു ഹാർഡ് വർക്കാണ്, അതൊരു പ്രത്യേക സുഖമാണ്. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് ജോലി ചെയ്ത് പൈസ ഉണ്ടാകുന്നത്. അപ്പം അതിനൊരു പ്രത്യേക സുഖമുണ്ട്. നമുക്ക് ആ ഒരു നഷ്ടബോധമില്ല. നമ്മുടെ ഹാർഡ് വർക്ക് വേറെ എവിടെയെങ്കിലും അതിൻ്റെ ഗുണം വേറൊരാൾ അനുഭവിക്കുകയാണെന്നുള്ളൊരു ഇത് വേണ്ടല്ലോ. പുള്ളി അതാണ് സ്വന്തം ക്യാബ് വാങ്ങിച്ച് ആദ്യം വേറൊരു കമ്പനിയിലായിരുന്നു, പിന്നെ അത് മാറി സ്വന്തം ക്യാബൊക്കെ വാങ്ങിച്ച് കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക ഗൈസ്. ഇതാണ് IT സെക്ടർ റോഡ്. നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ പോലെ ഭയങ്കര വൻ സെറ്റപ്പാണ്. സോ ഇതൊക്കെ ഡെവലപ്പായി വരുമ്പോൾ ബാംഗ്ലൂർ അടിപൊളിയായിരിക്കും. तो पूरा डेवलप होने के बाद बैंगलोर दूसरा जगह बन जाएगा. देखते हैं 2-3 साल बाद हम आएगा वापस, देखते हैं कितना डेवलपमेंट हो गया. वो अच्छा है देखने में. हम आएगा, हम अभी ये देख रहे हैं दुबई जैसा है ना, दुबई ऐसा ही है. हम दुबई जाएगा ना, हम ये देख रहा है 2 महीने के बाद आएगा ना तो उधर 10 नया बिल्डिंग खड़ा होगा उधर. सामने में है आर्मियों का एयरफोर्स. अच्छा, ओल्ड वो HAL. जब मैं 12th में आया था ना उस टाइम पे भी है ये थोड़ा पुराना है ना ये. पुराना ओल्ड एयरपोर्ट. സഹി. പണ്ട് എനിക്ക് ഓർമ്മയുള്ളതെന്ന് കേസ്, ഞാൻ ഇവിടെ പണ്ട് 12 കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ വരുന്നത് ബാംഗ്ലൂർ കാണാൻ വേണ്ടി, എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ദീപക് എന്നാണ്. അപ്പം അന്ന് അവൻ്റെ ഫാമിലി എന്തോ ഈ പഴയ എയർപോർട്ടിൻ്റെ അടുത്ത് എവിടെയാണ് താമസിച്ചതെന്ന് തോന്നുന്നു. ഈ വൈറ്റ് ഫീൽഡ് എവിടെ എനിക്ക് ഓർമ്മയില്ല, വൈറ്റ് ഫീൽഡിലാണ് എവിടെയോ എന്തിൻ്റെയോ അടുത്ത്. അവൻ്റെ കഥകൾ കുറേ ഉണ്ട് കേസ്, ഞാൻ പറയാം പറ്റുമെങ്കിൽ. ഞാൻ വേറെ ഈ വ്ളോഗിൽ പറയാൻ പറ്റുമെങ്കിൽ പറയില്ലെങ്കിൽ ഞാൻ അത് ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ശരി കേസ്, നമ്മൾ ഹോട്ടലെത്തിയിട്ട് വരാം. മരത്തിൻ്റെ തണൽ. पेड़ की
ऐसे एक जगह हमारा केरला में भी है, जिधर में रहते हैं ना, उधर एग्जैक्टली ऐसे ही एक प्लेस है. अच्छा है लेकिन cold ആ മച്ചാ ഞങ്ങൾ ഗൈസ് മരത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ പോവാം. ഫുള്ള് ഇങ്ങനെ നമ്മൾ മരമൊക്കെ കണ്ട് അടിപൊളി ഏരിയ. പഴയ എയർപോർട്ടാണ്, പഴയ HAL-ൻ്റെ എയർപോർട്ട് റോഡ് എന്നാണ്, army airport. ആർമി എയർപോർട്ട്. നല്ല രസമാണ് ഗൈസ്, കൊള്ളാം ഗൈസ്. നല്ല കൂൾ ആയിട്ടുള്ള മരങ്ങളൊക്കെ വെച്ചിട്ടുള്ള തണലൊക്കെ കണ്ട്. ഇവിടെ വലിയ വെയിലടിക്കൂല, ഇത്രയും മരമുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞേ ഇപ്പോൾ ഭയങ്കര വെയിലുള്ള സ്ഥലത്ത് നിന്ന് ഈ മരമുള്ള സ്ഥലത്തോട്ട് കയറിപ്പോണ്ടല്ലോ, എന്ത് തണലെന്നറിയോ ഗൈസ്. മരം വെട്ടി കളയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാ, ഈ തണലാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്ത് തണലെന്ന് നിങ്ങൾ ഈ ഒരു വെയിലിൻ്റെ ഒരു സാധനം താഴെ അടിക്കുന്നില്ല, മനസ്സിലായില്ലേ? ഫുള്ള് കവേർഡാണ്, ഒട്ടും ചൂടും അടിക്കൂല, ലൈറ്റ് താഴോട്ട് വരുന്നതേ ഇല്ല. അത്രമാത്രം ഡെൻസ്ലി മരം വളർത്തി വെച്ചിട്ടുള്ള ഒരു ഏരിയ. ഇങ്ങനെയുള്ള ഏരിയകൾ വരണം നമ്മുടെ നാട്ടിലായാലും. അത്യാവശ്യം എവിടെയൊക്കെ വെക്കാൻ പറ്റും അവിടെയൊക്കെ നമുക്ക് ഇതേപോലത്തെ തണൽ മരങ്ങളും ഇതേപോലത്തെ വലിയ വലിയ മരങ്ങളും ഉണ്ടാക്കി വെക്കണം. നൈസ് സംഭവം. मैं बोल रहा था ना, इतना पेड़ है ना, गर्मी नहीं है, धूप नहीं है, कुछ भी नहीं है. इतना देखो कोई वही ऐसे अगर पूरा सिटी ऐसा होता तो आप सोचो. ये डेवलपमेंट के नाम पे ना पूरा काटते हैं ना पूरा ऐसा. काटते हैं ना। ये एरिया आलू वाला क्या काटने के लिए नहीं नहीं हुआ। मन वो लोग नहीं अलो करेगा, पूरा उन लोगों को ये अच्छा लगता है, तो इसलिए मैं बोल रहा हूँ ये ऐसे. पेड़ जो है बहुत पुराना है। हाँ, ये तो बहुत पुराने पेड़ दिखने में ही है, तो ऐसे वो लोग करे है ना पूरा सिटी में. थोड़ा जितना भी हो सकते उतना पेड़ रखेगा ना तो उतना अच्छा है. यही सोच रहा था. सिटी का अंदर पूरा ऑक्सीजन होता है। ऑक्सीजन होता है, इतने लोग हैं ना, पूरा अच्छा खासा एयर मिलेगा पूरा उन लोगों को. और अभी थोड़ा जब ये एरिया खत्म होगा, पूरा पेड़ नहीं रहेगा। पेड़ नहीं है, पूरा लाइट आएगा पूरा. तो पाएगा। അതാണ് പറഞ്ഞത് ഗൈസ്, മരം ഇല്ലെങ്കിൽ പിന്നെ മൊത്തം വെളിച്ചം. ഗൈസ് 26 എക്യുപ്മെന്റ് ഇപ്പോൾ മിസൈലൊക്കെ വെച്ചേക്കുന്നത്. എൻ്റെ പൊന്നും, ഇവരൊക്കെ വന്ന് കലിപ്പ് കാണിച്ചാണ്ടല്ലോ തീർന്നു നിങ്ങൾ. അവിടെ നിന്ന് ഓൾറെഡി ഒരു പട്ടാളക്കാരൻ നോക്കുന്നുണ്ടായിരുന്നു എന്നെ. ഞാൻ ഇങ്ങനെ മൊബൈൽ എടുത്ത് വെച്ച് നേരെ വാതിലിങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ പിറകെ നിന്ന് മിസൈൽ വരുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും ശ്യാമല്ലേ ഗൈസ്, ദേ ഡു എ ഗ്രേറ്റ് ജോബ് പ്രൊട്ടക്ടിങ് എസ്. സോ ഇവർക്ക് ഞാൻ പറയില്ല, ഇവർക്ക് അതാണ്. അവരിപ്പോൾ നോക്കി മരങ്ങൾ വരെ അവർ ആ രീതിയിലാണ് പ്രൊട്ടക്ട് വെച്ചേക്കുന്നത്. ഒരെണ്ണം വെട്ടാൻ പോലും സമ്മതിക്കില്ല ഈ ഏരിയയിൽ വന്നിട്ട്. ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇതേപോലെ നമ്മൾ എല്ലാവരും ഈ ഒരു മൈൻഡ് സെറ്റ് വേണം ഉണ്ടാക്കാൻ. HAL ഇതൊക്കെ അതിൻ്റെ ഗേറ്റും നോ ഡ്രോൺ സോൺ. അയ്യോ, ഡ്രോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെടിയാണ്, വെടി. കൊള്ളാം ഗൈസ്, നല്ല സ്ഥലം. നമ്മൾ ട്രിവാൻഡ്രത്ത് പാങ്ങോടൊക്കെ പോലെ, പാങ്ങോട് ആർമി ബേസ് ഉണ്ട്. ഞാൻ അവിടെ മുമ്പ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഇതുപോലെയാണ്, നൈസായിട്ട് മരങ്ങളും അവരുടെ ഗ്രൗണ്ടും അവരുടെ തന്നെ ക്വാർട്ടേഴ്സും എല്ലാം. പിന്നെ ആക്കുളത്ത് നമ്മളെ എയർഫോഴ്സ് ഉണ്ട്, സദേൺ എയർ കമാൻഡ്. സർട്ടൺ പ്ലേസസ് അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. അവർ കൂടുതൽ നേച്ചർ ഭയങ്കരമായിട്ട് റീറ്റെയിൻ ചെയ്ത് വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. ദേ ലവ് നേച്ചർ. അതേപോലെ നമ്മളും ആവണം മാക്സിമം നേച്ചറായിട്ട് നമ്മളും ഹാർമോണിയസ് ആയിട്ട് പോകാൻ നോക്കുക ഗൈസ്. പൂര ആർമി കാ ഏരിയ ഇതെല്ലാം നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ട്രസ്പാസർ വിൽ ബി ഷോട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാണ്. സീന് ഗൈസ്, ഇതാണ് പവർ, മനസ്സിലായില്ലേ? ആർമി പവർ ഈസ് ഡിഫറെൻറ്റ്. കൊള്ളാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഹോട്ടലിലെത്തട്ടെ. സിറ്റി സൈഡിലോട്ട് എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഫൈറ്റർ ജെറ്റ്, തിരക്ക്, ട്രാഫിക്ക്. അല്ലെങ്കിൽ നമുക്ക് കുറേ കമൻറ്റേറ്ററിയൊക്കെ പറഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ കാര്യങ്ങളും പുള്ളിയുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമ്പനിയായി ഗൈസ്. ഇനി ജസ്റ്റ് ഹോട്ടലെത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വീണ്ടും ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. ओके सलीम भाई, ओके, थैंक यू सो मच. बहुत अच्छा लगा सर आपके साथ भी देखते हैं इंशाल्लाह. നമ്മൾ എത്തിയിരിക്കുന്നത് ഷാങ്ക്രിലയിലാണ്. ഞാൻ ഇന്നത്തെ നൈറ്റ് എവിടെയാണ് ഗൈസ് താമസിക്കാൻ പോകുന്നത്. സോ ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം. ബൈ. വെൽക്കം ഡ്രിങ്ക്, നൈസ്. സൂപ്പർ. താങ്ക് യു ഗൈസ്. അങ്ങനെ നമ്മൾ ഷാങ്ക്രിലയിലോട്ട് ഓക്കെ. ഷുവർ, താങ്ക് യു. And lobby level, the breakfast place, sir, the cafe. Morning. That's in the lobby, no? Yes. Okay, fine. Thank you. Wow, nice. This is our room. Guys, down നമ്മുടെ room. This is the room. Damn good guys. Thank you റഷാസേ. എൻ്റെ പൊന്നോ, നമ്മൾ ഇന്നലെ താമസിച്ച റൂമും ഇന്നത്തെ റൂമിൻ്റെ ഡിഫറൻസ് ആണ് ഗൈസ്. എൻ്റെ അമ്മച്ചി, ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിച്ചിരുന്നതാണ് ഷാങ്ക്രിലയിൽ താമസിക്കണമെന്ന്. പക്ഷെ ബാംഗ്ലൂർ വന്നിട്ട് വേണ്ടേ ഷാങ്ക്രിലയിൽ താമസിക്കാൻ. ഫൈനലി വന്നപ്പോൾ നമ്മൾ വൻ സീൻ.
സെറ്റപ്പ് ഗൈസ്, അടിപൊളി. ബാത്റൂമാണ്, ടബ്, ഇതെന്താ ഇത്, അടിപൊളി സൂപ്പർ ബാത്റൂം. എന്നെ കാണും ഗൈസ്, സോ ഗുഡ് ഗൈസ്, അടിപൊളി. വലിയ മിററും എല്ലാം ഉണ്ട്. യോ, കോഫി, വെള്ളം, ലക്ഷറി സെറ്റപ്പാണ് ഗൈസ്. ഇന്നലത്തെ സെറ്റപ്പ് ചെയ്യുന്ന ഒറ്റയടിക്ക് നിങ്ങൾ ആലോചിക്കുകയായിരിക്കും പെട്ടെന്ന് എന്താണ് ഒരു സെറ്റപ്പ്. എൻ്റെ അമ്മയുടെ ഇത് കൗച്ചൊക്കെ പൊളിയാട്ടാ, സുഖിക്കാം, അടിപൊളി സംഭവം. ബെഡ് വേറെ വീഗ് സാധനം, എനിക്കിഷ്ടപ്പെട്ടു. ചെരുപ്പ് ഷാങ്ഗ്രില ബംഗളൂരു, കൊള്ളാട്ടാ, സീന് സാധനം, അടിപൊളി. ഓഫീസ് എനിക്ക് ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാം. നെറ്റൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. TV. ഇന്നത്തെ ഒരു ദിവസം ഞാൻ പൊളിക്കും. ടുഡേ ഈസ് ബ്ലാസ്റ്റിംഗ് ഡേ. ഹോട്ടലിൽ തന്നെ കിടന്നാലോ എന്ന് ആലോചിക്കും. ഇന്നലെ അവിടുത്തെ ആ ഹോട്ടലിൽ ചുമ്മാ ബിക്കോസ് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഇന്നെന്തായാലും ഇവ ഇത് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ അടുത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടി എടുത്തുകൊണ്ട് ഓടിക്കുമെന്ന്. ഞാൻ എവിടെ ഓടാ എപ്പോൾ പറഞ്ഞിങ്ങനെ ഷാങ്ക്രിയിൽ. ഞാൻ ബുക്കിംഗ് കൺഫർമേഷൻ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ദൈവമേ, സീൻ. അപ്പം അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഒരു ബക്കറ്റ് ലിസ്റ്റാക്കി വെച്ചിരുന്ന, വിഷ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, വിഷ് ലിസ്റ്റായിട്ട് വെച്ചിരുന്നതും ഇതിനായിട്ട് നല്ല ഹോട്ടൽസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടേ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഷാങ്ക്രിലയിൽ ഇങ്ങനെ സ്റ്റേ ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ പണ്ടേ വിചാരിച്ചു. ഇപ്പോൾ ഇവരെ കല്യാണമൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയും. എനിക്ക് ബിക്കോസ് ഇവരുടെ ഹൈറ്റ് ഒരുപാട് പൊക്കത്തിൽ ഇങ്ങനെ ഏതോ റൂമിൻ്റെ വ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്, ഏതോ റീലിലോ എന്തോ ആണെന്നോ, ടോൾ ബിൽഡിങ് അവിടെ നല്ല ആ ഒരു വ്യൂ, സിറ്റി വ്യൂ. ഇതിപ്പോൾ ഞാൻ 6th ഫ്ലോറിലാണ്. അതുകൊണ്ട് വ്യൂ എന്ന് പറയുന്നത് പൂളും അത് മൂന്ന്, എനിക്ക് ഇതിന് നല്ല പൊക്കത്തിലാണ് സംഭവം ഉള്ളത്. അപ്പോൾ ആ വ്യൂ കണ്ടിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എനിക്ക് അത്രയും പൊക്കത്തിൽ ഒരിക്കലെങ്കിലും സ്റ്റേ ചെയ്യണം എന്നുള്ള ഇങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു, ആരുടെയെങ്കിലും കല്യാണത്തിനോ എപ്പോഴെങ്കിലും എന്തിനെങ്കിലും വരുമ്പോഴേ. പക്ഷേ അത് ഇങ്ങനെ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ലോ ബഡ്ജറ്റ് സെറ്റപ്പിൽ താമസിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നേരെ മറ്റേ വൈറ്റ് ഫീൽഡിൽ പോയത്. ബിക്കോസ് റേറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വൈബിന് അവിടെ പറ്റുന്നില്ല ഗൈസ്. ബിക്കോസ് ഒന്നാമത്തെ കഫേയും സംഭവങ്ങളൊക്കെ ഇവിടെയാണ്, ഈ സിറ്റിക്കകത്താണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പൊട്ടത്തരമാണ് കാണിച്ചത്, നേരെ അങ്ങ് എക്സ്റ്റീരിയർ സൈഡിലോട്ട് പോയി പണി വാങ്ങിച്ചു. ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്കൊന്നും എൻ്റെ അടുത്തൊക്കെ വേണമെന്ന് എല്ലാ സാധനങ്ങളൊന്നും തോന്നുന്നു. എല്ലായിടത്തും ഇപ്പം എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ഈസി ആയിട്ട് പോവാം. മാത്രമല്ല നമ്മൾ നാളെയൊക്കെ എടുത്തേക്കുന്നത് ഇന്ദിരാനഗറിലാണ്, ഒരു ഹോസ്റ്റൽ പോലത്തെ സെറ്റപ്പ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ട് പോകുന്നു. എല്ലാ ടൈപ്പ് അക്കോമഡേഷനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ട്രിപ്പാണ്. ഇതൊരുമാതിരി അക്കോമഡേഷൻ ടൂർ പോലത്തെ സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. ഫുഡിൻ്റെ നമ്മൾ ഇന്ന് മുതൽ നമുക്ക് നോക്കാം. മാക്സിമം ഇന്ന് പോലെ ഞാൻ പല സാധനങ്ങളും ട്രൈ ചെയ്യുന്നതായിരിക്കും. രാഹുൽ ഫ്രീ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടറിയാം വരുമോ ഇല്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ. ഇപ്പം എന്തായാലും ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ ഗൈസ്. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ സെറ്റിൽ ഡൗൺ ആയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, ബാംഗ്ലൂർ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാം, രസമുണ്ട് ഗൈസ്. അപ്പോൾ ദ തിങ് ഈസ്, ഞാനിപ്പം പുറത്തിറങ്ങാൻ ഒരു മടി. ഇപ്പം ഇത്രയും ലക്ഷറിയിൽ ഇരിക്കുന്നത് കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ടൊരു ചെറിയ മടി. ബിക്കോസ് ഇവിടുത്തെ ട്രാഫിക് ഞാൻ വൈറ്റ് ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോകാൻ എൻ്റെ മണിക്കൂർ കണക്കിനാണ് എടുക്കുന്നത്. ഞാൻ വൈറ്റ് ഫീൽഡിൽ നിന്ന് ഇറങ്ങി എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂറോ 3 മണിക്കൂറോ എന്തോ എടുത്തു ഇവിടം വരെ വരാനായിട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. ഞാൻ നാളെ മുതൽ എന്തായാലും ഇന്ദിരാനഗർ അങ്ങനത്തെ സ്ഥലങ്ങളിലെ കഫേയും സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ അവരെയും വിളിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സ് ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ. അപ്പം അങ്ങനത്തെ പ്ലാനിലിരിക്കുകയാണ്. കുറച്ചൊക്കെ പരിപാടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കുന്ന സംഭവം എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ എന്തൊക്കെ എടുക്കാൻ പറ്റും, എന്തൊക്കെ അലൗഡ് ആണെന്നുള്ളത് വലിയ പിടിയില്ല. സോ വല്ല ബിൽഡിങ്ങിൻ്റെയോ വല്ല സീനറിയുടെയോ എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു സജഷൻ ഷോട്ട്സ് പോലത്തെ സാധനങ്ങളൊക്കെ കാണിക്കരുത്. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ചിലപ്പോൾ ഇനി വടിയെടുത്ത് ഇടിച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ട് ഫോട്ടോ എടുക്കാൻ പോയാൽ. പിന്നെ സ്ട്രേഞ്ചർ ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ബാംഗ്ലൂരിൽ ട്രെൻഡാണെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ആര് നോക്കിയാലും മുക്കിന് മൂലയിൽ സ്ട്രേഞ്ചറിൻ്റെ ഫോട്ടോ എടുക്കുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ പരിപാടിയും ചെയ്യാൻ താല്പര്യമില്ല. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാർ ചിരിച്ചു തുടങ്ങും. അപ്പം എന്തായാലും നോക്കാം കഴിച്ചു, അത് നമുക്ക് ലെറ്റ്സ് സീ. ഇപ്പം എന്തായാലും ഒരു ബർഗറും ഒരു തിരമിസും പറഞ്ഞു. ബർഗറിനൊക്കെ 800 രൂപ എന്നാണ് കഴിച്ചു, മുടിഞ്ഞ വില. തിരമിസും അത്ര ഏകദേശം റേറ്റ് ഉണ്ട്, 400-500 എന്നാണ്. അപ്പോൾ എന്തായാലും എക്സ്പെൻസീവ് തിരമിസും ബർഗറും വരട്ടെ കേസ്. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല, അത്രമാത്രം ട്രാഫിക്കും കറക്കുമായിരുന്നു ഇങ്ങോട്ട് വരാൻ തന്നെ. ഇനിയിപ്പോൾ ജസ്റ്റ് കഴിച്ചിട്ട് പറ്റുമെങ്കിൽ രാത്രി എവിടെയെങ്കിലും കൂടെ വിശക്കുകയാണെങ്കിൽ വെളിയിൽ പോയി കഴിക്കാം, ഏതെങ്കിലും നൈസ് നല്ല സ്ഥലവും. കഴിച്ചു ഇത് ഇനി പോലെ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം Day 2 ആണ്. Day 2 എന്നല്ല, Day 1 എന്ന് വേണമെങ്കിൽ പറയാം ബാംഗ്ലൂരിന്. ബിക്കോസ് Day 1 യഥാർത്ഥത്തിൽ ബലത്തിലെ Day 1 ഞാൻ കിടന്ന് ഉറക്കുമായിരുന്നു. അപ്പോൾ തലേ ദിവസം ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് ആ സമയത്ത് ഞാൻ ഉറങ്ങാതെയാണ് ഞാൻ ഫ്ലൈറ്റും പിടിച്ച് നേരെ വന്നത്. ഇന്നലെ ബേസിക്കലി ഫുൾ ടയേർഡായിരുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങാനും മടിയായിരുന്നു. ആ ഒരു ഏരിയയിൽ അങ്ങനത്തെ വലിയ സ്ഥലങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ആരും ഇല്ലേ എന്തായാലും ഫ്രണ്ട്സ് ആ ഒരു ഏരിയയിൽ. അതുകൊണ്ട് ഇന്നാണ് സത്യം പറഞ്ഞാൽ Day 1. അതിൽ നമ്മൾ ഇത് കവേർഡായി, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ബർഗറും തിരമിസും വന്ന് അത് നമ്മൾ കഴിച്ചിട്ട്
നമുക്ക് നോക്കാം എന്താണ് പരിപാടി. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും സംഭവം ഉണ്ട്, പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഇവിടെ കയറുന്ന പൈസയ്ക്ക് നമുക്ക് ഇന്ത്യൻ നഗറിൽ പോയി മിഷ്ടാന്നം ഫുഡ് അടിക്കാം, മനസ്സിലായില്ല, മിഷ്ടാന്നം ഫുഡ് അടിക്കാം. സോ ഞാൻ ആലോചിക്കുകയാണ് അത്ര എക്സ്പെൻസീവിലോട്ട് പോകണോ അതോ കുറച്ചൊന്ന് മീഡിയം ലെവലിൽ കളിച്ചാൽ പോരെ എന്നുള്ളത്. അത് നോക്കാം. ഇതെന്തായാലും ബർഗറും സാധനം വരട്ടെ, അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം. ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റും ഉണ്ട്, മുകളിലൊരു ലൗഞ്ച് ബാർ പോലത്തെ ഒരു സംഭവമുണ്ട്. അവിടെ വേണമെങ്കിൽ പോയി ചില്ല് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പം ലെറ്റ്സ് സീ ഇന്ന് നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ ഗൈസ്. ഫുഡ് വന്നു. ഫുഡിൻ്റെ വില ക്ലാസിക് ചിക്കൻ ബർഗർ 1050, തിരമിസു 850. 2300 രൂപ ഒരു ബർഗറിന് തിരമിസു കൂടെ വാങ്ങിച്ചപ്പോൾ ചായങ്ങളിലായിരുന്നു. വെരി ഗുഡ്. ബേസിക്കലി ഞാൻ നേരത്തെ ഇത് ഷൂട്ട് ചെയ്തതായിരുന്നു ബർഗറിൻ്റെ സംഭവം, പക്ഷേ മൈക്ക് കണക്റ്റ് ആയില്ല. സോ അതൊന്നും കിട്ടിയില്ല ഗൈസ്. ഞാൻ ഒന്നേന്ന് ഞാൻ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ബർഗർ. ഗ്രൗണ്ടഡ് ചിക്കൻ പാറ്റിയും അവക്കാഡോയും ചെഡർ ചീസും മെറ്റൂസ് ടൊമാറ്റോ ഇതൊന്ന് ലൈറ്റ് മയണൈസും സംഭവം പൊടി. നല്ല കിഡിലും ടേസ്റ്റ് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ചീസും പാറ്റി ഭയങ്കര ആമല്ലേ, ഗ്രൗണ്ട് മീറ്റാണ് മൊത്തം. നല്ല സോഫ്റ്റ്. അവക്കാഡോ ഒരു ഇതുണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, എന്തോ ഒരു മയോ അല്ലെങ്കിൽ എന്തോ ഒരു ക്രീം ചീസ് പോലത്തെ എന്തോ സാധനം തേച്ചിട്ടുണ്ട്. കീടു ടേസ്റ്റ്, വർത്ത് ഇറ്റ്. ചിക്കൻ അധികം വലിയ ഓവർ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ചിക്കൻ ചെറിയ ലൈറ്റ്ലി സീസൺ ചിക്കൻ. ലെറ്റ്യൂസ് നല്ല ഫ്രൈസ് കേട്ടോ, ഭയങ്കര ലൈറ്റ്ലി സീസൺഡാണ്. ഇവിടെ മസ്റ്റേർഡും കെച്ചപ്പും രണ്ടും കൂടെ മിക്സ് ചെയ്തേക്കും. ഓവർ എണ്ണയില്ല, ഭയങ്കര ക്രിസ്പി പ്രതീക്ഷിക്കരുത്. ആവശ്യത്തിനൊരു ചെറിയ ക്രഞ്ചുണ്ട്, പക്ഷേ പെർഫെക്റ്റ് സീസൺഡാണ്. നൈസാണ് ഗൈസ്. തിരമിസു ഇതാണ്. ഓ ഇത് പൊളിയായിരിക്കും ഗൈസ്. എഡിറ്റ് ചെയ്ത് തിന്നുകൊണ്ടിരിക്കാൻ ഗൈസ്. ഇത് അടിപൊളി സാധനം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഗൈസ്, കഴിച്ചിട്ട് വരാം ഗൈസ്. തിരമിസു ട്രൈ ചെയ്യാന്നുള്ള പ്ലാനിൽ ഇരിക്കുകയാണ്. എനിക്ക് ഇന്ന് എഡിറ്റ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പ് തുറന്ന് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതാണ് തിരമിസു. എൻ്റെ അമ്മി സൂപ്പർ കേട്ടോ, സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വൻ സോഫ്റ്റ്. വെയിറ്റ്. ഓ ഞാൻ പറഞ്ഞേ ഗൈസ്, ഇത് വേറെ ലെവൽ. ഓ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ് ഇത് ഒരു രക്ഷയില്ല, കിഡിലും ടേസ്റ്റ്. കാലറി ഒന്നും നോക്കൂല ഗൈസ്. ഇത് ഒരു സ്പൂൺ എടുത്താൽ എന്ത് ലൈറ്റാണ് ഇത്, ഭയങ്കര ലൈറ്റ്. ഇത്തിരി നമുക്ക് ആ കോഫിയുടെ സാധനം അങ്ങ് അടിച്ച് കയറൂല ഈ സാധനത്തിൽ, ഭയങ്കര ലൈറ്റ് കേട്ടോ. യൂസ് ചെയ്തേക്കുന്ന ബിസ്ക്കറ്റ് എന്തായാലും നൈസാണ്. നോർമലി ഞാൻ കുറേ തിരമിസു കഴിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു ടേസ്റ്റ് ആദ്യമായിട്ടാണ്. പൊളി സാധനോടെ, പൊളി എന്നൊക്കെ പറഞ്ഞാൽ വൻ പൊളി. ചോക്ലേറ്റ് കോഫിയും കൂടെ കഴിച്ചോ. സമ്മതിച്ച്. ബർഗറും അടിപൊളിയാണ്, ഒരേ തിരമിസും സൂപ്പറാണ്. വേറെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞ സമയമായല്ലോ, അപ്പോൾ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ഫുഡൊക്കെ ഓക്കെ ആണോ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഉള്ളത്. ഈ ഒരു ടൈപ്പ് ഓഫ് സർവീസ് ഉണ്ട്. നമ്മൾ ഈ കാശ് കൊടുക്കുന്നതിന് വേർത്തായിട്ടുള്ള സർവീസാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ. ഇതൊക്കെ കുറച്ചൊക്കെ സാധാരണ സ്ഥലങ്ങളിലും കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല രീതിയിൽ അവരുടെ ബിസിനസ് ബൂമാകും. കസ്റ്റമേഴ്സിനെ കൂടുതലും കെയർ ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും നമുക്ക് ആ ഒരു കെയർ നമ്മളത് കാണിക്കുന്ന കാണുമ്പോൾ നമുക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി വരും. ആ ഒരു ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യണമെന്നും സജഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ആണോ അങ്ങനെ എന്നൊക്കെ ഉള്ളത് നമുക്ക് മെയിൻലി അതൊരു വലിയ ഫാക്ടറാണ്. അതേപോലെ ഒരു എന്താ പറയുക, ഒരു കോ എക്സിസ്റ്റിംഗ് പരിപാടി തന്നെയാണ് റെസ്റ്റോറൻറ്റ്സും ക്ലയൻസും ആയിട്ടുള്ള സംഭവം. അപ്പോൾ എത്രത്തോളം ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ആക്കാൻ നോക്കുന്നു അത്രത്തോളം ഒരു റെസ്റ്റോറൻറ്റ് ബൂമാവും, മനസ്സിലായില്ലേ? അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് ഉണ്ടെന്ന് വെറുതെ ഓർഡർ എടുക്കുക, ഫുഡ് തരിക എന്നുള്ളതല്ല. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്റ്റ് വരണം. ഞാൻ മിക്ക കഴിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും എനിക്ക് ഈ ഓണേഴ്സിനെയൊക്കെ അറിയാമെന്നുള്ളത് അതുകൊണ്ടാണ്. ബിക്കോസ് ഞാൻ നോക്കും ഇവരെങ്ങനെയാണ് അവരെ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്, അവരുടെ സംസാരം, അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അവർക്ക് ഫുഡുമായിട്ടുള്ള ഒരു കണക്ഷൻ, അതും ഇതെല്ലാം നമ്മൾ നോക്കും. ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് കോൺവെർസേഷനിൽ കൂടുതൽ അറിയാൻ നോക്കും ഞാൻ. അപ്പം ആ ഒരു സംഭവം കസ്റ്റമേഴ്സിൻ്റെ അടുത്തും വേണം, ഇപ്പം റെസ്റ്റോറൻറ്റ് ഓണേഴ്സിന്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം ഹൈ എൻഡ് ടോപ്പ് 5 സ്റ്റാർ ഹോട്ടലെന്ന് പറയാം. ഇതേ ഒരു പോളിസി നമ്മൾ ചെറിയ റെസ്റ്റോറൻറ്റിലും തുടങ്ങി കഴിഞ്ഞാൽ അത് ഭയങ്കര ലെവലിൽ വർക്കാവും, മനസ്സിലായില്ലേ? എനിക്ക് ഞാൻ പോകുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ആൾക്കാർ വന്ന് ഇപ്പോൾ ഓണറായാലും വെയിറ്റർ ആയാലും ആരായാലും ഒരു കസ്റ്റമർ സർവീസ് മാനേജർ ആയാലും അവർ വന്ന് നമ്മളടുത്ത് ഇപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു അഭിപ്രായം എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മനസ്സിലായില്ലേ? അതിലൊരു കണക്റ്റ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. ആ കസ്റ്റമറും ആ ഒരു കഫേ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റോ ആ ഒരു സംഭവമായിട്ടൊരു ഭയങ്കര ഒരു കണക്റ്റ് വരും. എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് ഉള്ളിടത്തൊക്കെ ഞാൻ ഭയങ്കര പേഴ്സണലി അറ്റാച്ച്ഡ് ആണ് അങ്ങനത്തെ സ്ഥലങ്ങൾ. ബേസിക്കലി ഞാനല്ലേ
നമുക്ക് ആ ഒരു ഇത് വരും, നമ്മളെ ഒപ്പീനിയൻ മാറ്റർ ആവുന്നുണ്ടെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. യു ഗെറ്റ് ദാറ്റ് ലോയൽറ്റി ഫ്രം ദാറ്റ് കസ്റ്റമർ. ഞാൻ ഈ പറയണത് എനിക്ക് അറിഞ്ഞൂടാ, ഈ ബാക്കി ഉള്ള കുറേ പേരൊക്കെ എഗ്രി ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലുള്ളതിൽ ഞാൻ കണ്ടില്ല ഓണർമാരൊന്നും അങ്ങനെ ഭയങ്കര നമ്മുടെ ആ ഒരു കസ്റ്റമർ ഫ്രണ്ടിൽ വരാറില്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ, മെയിൻലി മാനേജർമാരാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം ഒത്തിരി തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കവരും ആ ഒരു സർവീസിൻ്റെ ഇതിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോഴാണ് മെയിൻലി പ്രശ്നങ്ങൾ വരുന്നത്. ബിക്കോസ് ഓടിച്ചാടിയുള്ള കസ്റ്റമർ സർവീസ് ഉണ്ടല്ലോ, ലൈക്ക് സർവീസിങ് സമയത്താണ് മിക്കപ്പോഴും ഫുഡിൻ്റെ ടേസ്റ്റ് കുറയുന്നത് സംഭവങ്ങളെല്ലാം. അപ്പം അതാണ് ഞാൻ പറയുന്നത്. അപ്പം ചിലയിടത്തൊക്കെ ഞാൻ കണ്ടുള്ളത് തന്നെ ഓണർ പേഴ്സണലി വന്ന് ഡീൽ ചെയ്യും. കസ്റ്റമറിൻ്റെ അടുത്ത് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനത്തെ ഉള്ള ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 375 ഫാരനീറ്റ് എന്നുകൊണ്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴും ഉണ്ട് പുള്ളി. പക്ഷേ കുറച്ച് കേക്ക് റീൽ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പുള്ളി ഭയങ്കരമായിട്ട് കസ്റ്റമർ ഫ്രണ്ടിലാണ്. കുക്കും ഷെഫും വെയിറ്ററും ഒക്കെ അവരുടെ പണി ചെയ്യും. പക്ഷേ പുള്ളി ഇങ്ങനെ ഇൻഡിവിജ്വലി വന്ന് ഓരോ ടേബിളിൽ വന്നിട്ട് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫുഡൊക്കെ ഓക്കെ ആണോ. അത് വലിയ 5 സ്റ്റാർ അല്ല, നോർമൽ റെസ്റ്റോറൻ്റ് ആണ്. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ പുള്ളി ആരും മറക്കാനിടയില്ല. പുള്ളി അത്രയ്ക്ക് ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്നൊരു മനുഷ്യനാണ്. ആ പുള്ളിക്ക് തന്നെ ബേക്കറി ഉണ്ടായിരുന്നു താഴെ. ഇപ്പോൾ കേക്ക് റീൽ തുടങ്ങുന്നതിന് മുമ്പേ പുള്ളിയുടെ തന്നെ ഇൻ ഹൗസ് ബേക്കറി ഉണ്ടായിരുന്നു. പുള്ളി അതിൽ നിന്നൊക്കെ കേക്കൊക്കെ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കും, ടെസ്റ്റ് ചെയ്യിപ്പിക്കും, അവരുടെ അഭിപ്രായം എടുക്കും. അപ്പം അങ്ങനെ പുള്ളിയുടെ കേക്ക് ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പോൾ ഞാൻ പറയുന്നത് ആ ലെവൽ ഓഫ് ഒരു ഇൻട്രാക്ഷൻ ക്ലയൻസ് ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡു വണ്ടേഴ്സ്. മനസ്സിലായില്ലേ? അത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇപ്പം എനിക്ക് ഇവിടെ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഇത് കണ്ടിട്ട് അങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞേ ആരോ വിളിച്ച് ജസ്റ്റ് ചോദിച്ച് ഒപ്പീനിയൻ എടുക്കാൻ, നമുക്കതൊരു ഫീലിംഗ് ആണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് മനസ്സിലാവും അവർ ആ ഫുഡ് ചുമ്മാ അങ്ങ് സെർവ് ചെയ്താൽ മാത്രമല്ല അതിനെപ്പറ്റിയുള്ള ഒപ്പീനിയൻ എടുക്കാനുള്ളൊരു ഇതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സംഭവം എല്ലാ റെസ്റ്റോറൻറ്റ്സും ഫോളോ ചെയ്യണമെന്നുള്ളൊരിതുണ്ട്. കഴിക്കുന്നവരുടെ അടുത്ത് ചോദിക്കുക അഭിപ്രായം. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈവൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അഡ്രസ്സ് ചെയ്യാം. പിന്നെ മാത്രമല്ല നമ്മൾ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോയിസ് ഔട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു എത്ര വർഷമായിട്ട് ഈ ഫുഡിനെ പറ്റി കുറച്ചെങ്കിലും നോളജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യും ആൾക്കാരായിട്ട്, ഷെഫുകളായിട്ടായിക്കോട്ടെ, ഓണേഴ്സായിട്ടായിക്കോട്ടെ, ഫെല്ലോ ഫുഡീസായിട്ട് ആയിക്കോട്ടെ. അപ്പോൾ എനിക്കിത് അറിയാനുള്ള താല്പര്യമുണ്ട്. എനിക്ക് എന്താണ് തോന്നുന്നത് അത് ഞാൻ വളരെ ബ്ലണ്ടായിട്ട് തന്നെ എല്ലാവർക്കും ചോദിക്കുകയും ചെയ്യും. ഷെഫുമാർക്കൊക്കെ മിക്കവർക്കും എന്നെ അറിയായിരിക്കും, ഈവൻ സ്റ്റാർ ഹോട്ടലിലായാലും നമ്മളെ കൊച്ചിയിലായാലും. അപ്പം നമ്മളിത് പറയാനുള്ളത് നമ്മൾ പറയുക ഓപ്പണായിട്ട്, മനസ്സിലായില്ല? അത് ഇനി നമ്മൾ മിണ്ടാതിരിക്കണ്ട. നമ്മൾ ചിലപ്പം കഴിച്ചിട്ട് ഓക്കെ ഇന്നൊരു ദിവസത്തെ അതൊന്നും അല്ലേ, നമുക്ക് ഡയറക്റ്റായിട്ട് വലിയ റിവ്യൂ ഒന്നും ഇടണ്ട. പക്ഷേ ഡയറക്റ്റ്ലി ഒന്നുകിൽ ഷെഫിനെ വിളിച്ചിട്ട് കാര്യം പറയുക, ഇല്ലെങ്കിൽ അതിൻ്റെ മാനേജറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഓണറോടോ ഡയറക്റ്റ്ലി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാര്യം പറയുക. അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ടൈം എങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാതിരിക്കും. പക്ഷേ നമ്മളത് വളരെ മാന്യമായിട്ട് പറയണം. അല്ല എന്തെങ്കിലും ഹെൽത്തിന് ചീത്ത ഫുഡ് അങ്ങനെയല്ല, പക്ഷേ ടേസ്റ്റ് ഡിഫറൻസും എന്തെങ്കിലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ അത്രയ്ക്ക് അങ്ങനെ അല്ല, അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുള്ള സാധനം ഇങ്ങനെ അല്ല എന്നൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങളാണെങ്കിൽ നമുക്ക് മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നോക്കും. ചിലപ്പോൾ റീപ്ലേസ് തന്നെ ചെയ്തു തരും, മനസ്സിലായി? ചിലപ്പോൾ ബില്ല് ഇടൂല. അങ്ങനെ പല ജസ്റ്റേഴ്സും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, കൈൻഡ്ലി വോയിസ് ഔട്ട് യുവർ ഒപ്പീനിയൻ. അതിപ്പം നമ്മളിപ്പോൾ റിവ്യൂ പറയുന്നതും എന്തെങ്കിലുമൊക്കെ നമ്മുടെ അഭിപ്രായം നമ്മൾ യൂട്യൂബിൽ നിന്ന് പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാം, മനസ്സിലായില്ലേ? ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ ഫുഡിൻ്റെ കേസിൽ മാത്രമല്ല, എനി സർവീസ് വിച്ച് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് നിങ്ങൾക്ക് നമ്മുടെ ഇതങ്ങ് വോയിസ് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ മാന്യമായിട്ട് ചെയ്യുക ഗൈസ്, അലമ്പൊന്നും കാണിക്കരുത്, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഞാൻ ഇത് മൊത്തം തിന്നെടുക്കട്ടെ ഗൈസ്, നല്ല അടിപൊളി സാധനം, ഒരു രക്ഷയില്ല, ടോപ്പ് നോച്ച് തിരാമിസു ഗൈസ്. ഇത് സൂപ്പർ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇനിയും കഴിക്കാൻ ചാൻസ് ഉണ്ട്, പലയിടത്തു നിന്ന് ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് തന്നെ ഇത്രയും ബെസ്റ്റ് കഴിച്ചുണ്ട്, ഇനി ഇതിലെ ടോപ്പ് സാധനം കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ്. തിരാമിസു ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്, അതുകൊണ്ടാണ്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഡിന്നർ സ്കിപ്പാക്കി, ബിക്കോസ് ഇന്ന് ലേറ്റ് ആയല്ലോ. ബർഗറും മറ്റേ ഇതും കഴിച്ചപ്പോൾ തിരാമിസു അത് ഫുള്ള് ഞാൻ തിന്ന് കഴിച്ച് അത്യാവശ്യത്തിന് കാലറി കയറിയിട്ടുണ്ട്. സോ ഞാൻ വെച്ച് ഡിന്നർ സ്കിപ്പ് ചെയ്യാം, നാളെ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റിന് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. അതെ, ഇന്നത്തെ ഡിന്നറിന് കൂടെ ചേർത്ത് നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ഇന്ദിരാനഗർ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. സോ ഡേ 2, ലൈക്ക് ലിറ്ററലി ഡേ 2 നാളെ ആയിരിക്കും. സോ ഡേ 2, ഡേ 3, ഡേ 4 ഞാൻ തിരിച്ച് നാട്ടിൽ പോകുന്നത്. സോ അപ്പോൾ 2, 3 നമുക്ക് അത്യാവശ്യം നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് പ്ലാനുണ്ട്. രാഹുലിനെ അറിയാമെന്നുള്ള എനിക്കറിയാം. ഷാസിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, പുള്ളി ബാംഗ്ലൂരാണ്. അപ്പോൾ അവനായിരിക്കും സജഷൻസ് ഒക്കെ തരുന്നത്. ബിക്കോസ് അവൻ കുറേ വർഷങ്ങളായിട്ട് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഫുഡ് ഇൻഡസ്ട്രിയിലും ഹോട്ടൽ ഫീൽഡും പാർട്ടി സംഭവങ്ങളിലെല്ലാം തിളങ്ങി നിൽക്കുന്ന ഒരുത്തനാണ് ബാംഗ്ലൂർ. സോ അവൻ കുറേ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. സോ നോക്കാം, നാളെ അവൻ്റെ സജഷൻസൊക്കെ നോക്കിയിട്ട് അത് വല്ലതും കൊള്ളാവുന്ന സാധനങ്ങളാണെങ്കിൽ വീണ്ടും എടുക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ വേറെ വല്ലവരെയും നമ്മൾ നോക്കും. അപ്പം നോക്കാമല്ലോ അവന് എത്രത്തോളം അവൻ്റെ സജഷൻസിനൊരു ഇതുണ്ടെന്നുള്ളത് നമുക്ക് നാളെ ചെക്ക് ചെയ്യാം. സോ ഇന്നത്തേക്ക് ഇനി ഞാൻ കിടന്ന് ഉറങ്ങാം ഗൈസ്. ഒരു വ്ളോഗിങ് എഡിറ്റ് ചെയ്ത് യാസറിൻ്റെ ഡേ 2 അത് ഇനിയിപ്പോൾ ഇൻ്റർനെറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ എന്താ എക്സ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് ആ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. ഇനിയിപ്പം
ഇതൊക്കെ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ കാണാം ഗൈസ് നാളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ. ടേക്ക് കെയർ ഗൈസ് എല്ലാവരും. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇനിയിപ്പോൾ ഈ ബാംഗ്ലൂരിലെ വ്ളോഗൊക്കെ ഞാൻ എന്തായാലും നാട്ടിൽ വന്നതിന് ശേഷം എഡിറ്റ് ചെയ്തെടുത്തുള്ളൂ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ദ ലവ്. ബൈ ഗൈസ്, ലവ് യു.